കേരളത്തിൽ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷകൾ LBS വഴി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജൂൺ 30 വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് സ്വീകരിക്കുക. ശേഷം ജൂലൈ 2 വരെ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. LBSൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായി LBSൻ്റെ വെബ്സൈറ്റിൽ പോകുക. ആദ്യം ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ശേഷം ഫീ അടച്ച് പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നേറ്റിവിറ്റി, റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യുക. ആവശ്യമെങ്കിൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ശേഷം മാർക്ക് എൻ്റർ ചെയ്ത ശേഷം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. ഫൈനൽ കൺഫർമേഷൻ ചെയ്തെങ്കിലേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകും. ഫൈനൽ കൺഫർമേഷൻ ചെയ്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ജൂലൈ 2 ഇന്ത്യൻ സമയം 5 PM മുൻപേ ആയി ഫൈനൽ കൺഫർമേഷൻ ചെയ്തു എന്ന് ഏവരും ഉറപ്പിക്കണം. അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും നമ്മൾ കൊടുത്ത പാസ്വേഡും നമുക്ക് ആവശ്യമുണ്ട്. അത് എഴുതി സൂക്ഷിച്ചു വെക്കണം. LBSൻ്റെ പോർട്ടലിലോട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും പാസ്വേഡും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്തും അലോട്ട്മെൻറ്റിൻ്റെ സമയത്തുമെല്ലാം നമുക്കത് അത്യാവശ്യമാണ്. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയ ശേഷം ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വിൻഡോ ഇതാണ്. ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ചെയ്തതെല്ലാം ഇവിടെ ഉണ്ടാകും. ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞു, ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ എൻട്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, മാർക്ക് എൻട്രി കംപ്ലീറ്റഡ് ആണ്, പേഴ്സണൽ ഡേറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള ഭാഗം നോക്കുക. അവിടെ ഡൺ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഫൈനൽ കൺഫർമേഷൻ ഡൺ ആണോ എന്നുള്ളത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇനി റെഡ് കളറിൽ താഴോട്ട് വരുന്നതെല്ലാം ഇനിയുള്ള പ്രൊസീജിയേഴ്സാണ്. എല്ലാവരും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കണം. എനിക്കൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് യുവർ ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോയും സൈനും ഉൾപ്പെടെയുള്ള നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം അടങ്ങിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ചില കുട്ടികൾ മാർക്ക് എൻട്രി ചെയ്യുന്നതിനെക്കുറിച്ചും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. 2026 +2 കേരള സിലബസിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റോ മാർക്കോ എൻട്രി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ രജിസ്റ്റർ നമ്പർ മാത്രം കൊടുത്താൽ മതിയാകും. നമ്മുടെ രജിസ്റ്റർ നമ്പർ വെച്ച് തന്നെ നമ്മുടെ മാർക്കുകൾ ആക്സസ് ചെയ്യാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് മാർക്കുകൾ എൻട്രി ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ടാകുമോ എന്ന് കുറേ കുട്ടികളുടെ ഡൗട്ടാണ്. ഫൈനൽ കൺഫർമേഷൻ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അപേക്ഷകന് പുതിയ ക്ലെയിം നൽകുവാനോ അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്തുവാനോ സാധിക്കുകയില്ല എന്നത് LBS നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നേറ്റിവിറ്റി, ജനനതീയതി എന്നിവയെ തെളിയിക്കുന്നതിൻ്റെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മെ അറിയിക്കും. അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം തരുന്നതാണ്. ഇനി ഓർത്തിരിക്കേണ്ട ചില ഡേറ്റുകളെക്കുറിച്ച് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30. ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 2 ആണ്. നമ്മുടെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ വെരിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 20 അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ നമ്മെ അറിയിക്കും. അത് റെക്ടിഫൈ ചെയ്യാൻ ജൂലൈ 25 വരെ സമയമുണ്ട്. പിന്നീട് ഓഗസ്റ്റ് 7 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരിക. ശേഷം ഓഗസ്റ്റ് 14 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അന്ന് മുതൽ 4 ദിവസമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതിനു മുന്നേ തന്നെ നമുക്ക് പഠിക്കേണ്ട കോഴ്സും കോളേജുകളും പ്രയോറിറ്റി അനുസരിച്ച് തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഓഗസ്റ്റ് 19 അതിനുശേഷം 30 വരെ നമുക്ക് ഓപ്ഷൻ ആഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുമുള്ള അവസരമുണ്ട്. അതിനുശേഷം സെപ്റ്റംബർ 1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വരുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടിയവരെല്ലാം തന്നെ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ വെച്ച് റിജക്റ്റ് ചെയ്യപ്പെടും. 5 വരെയാണ് കുട്ടികൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം. അടുത്ത പ്രോസസ്സിലേക്ക് പോകണമെങ്കിൽ കിട്ടിയ സീറ്റ് അത് ഏത് കോളേജിലാണെങ്കിലും സെക്യൂർ ചെയ്യണം. ഉദാഹരണത്തിന് നമുക്ക് 5ാമത്തെ ഓപ്ഷൻ വെച്ച കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ഓപ്ഷൻ മുതൽ താഴോട്ടുള്ള കോളേജുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആകും. ടോക്കൺ ഫീസ് അടച്ച ശേഷം ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. 1 മുതൽ 4 വരെ ഓപ്ഷൻ കൊടുത്ത കോളേജിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നമുക്ക് വീണ്ടും പങ്കെടുക്കാം. അല്ല, കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ഓപ്ഷൻ വെച്ച കോളേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 8 11 വരെ ഫീസ് അടയ്ക്കാം. പിന്നീട് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 15 17 വരെ ടോക്കൺ ഫീസ് അടയ്ക്കാം. 3ാമത്തെ അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണ് കിട്ടിയതെങ്കിലും അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടി വരും.
പിന്നീട് വേറെ ഏതെങ്കിലും കോളേജിലേക്ക് മാറണമെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ നിന്ന് NOC മേടിച്ച് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വേക്കൻസികൾ അനുസരിച്ച് സ്പോട്ട് അഡ്മിഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ LBSൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അനുസരിച്ച് 23-24 അലോട്ട്മെൻറ്റുകൾ വരെ നടന്നതായി കാണാൻ കഴിയും.